ഹായ്. അപ്പഴെന്നെ ഒരു സാധനം ഇല്ലാതെ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുന്നതെന്നല്ലേ? പണ്ട് കാലത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഒരു സാധനമില്ല, ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇരുന്നേച്ച് വേണമായിരുന്നു വല്ലതും ഉണ്ടാക്കി കഴിക്കണത് എന്താന്ന് ആലോചിക്കാൻ. ഇതിപ്പോ അവസ്ഥയൊന്നും ഇല്ലാത്തോണ്ടല്ലേ. അന്നേരം ആൾക്കാർ ചെയ്തോണ്ടിരുന്ന ഒരു പരിപാടിന്റെ ബാക്കി ചെയ്യാനാ ഞാൻ വന്നത്. അവർ ചെയ്തോണ്ടിരുന്ന പരിപാടിയല്ല, ബാക്കി ചെയ്യാൻ. അപ്പൊ എന്റെ കയ്യിലുണ്ടല്ലോ ആകെ പാടതേ ഇങ്ങനെ ഒരു സാധനമുണ്ട്, പൊടി പറക്കുന്നല്ലേ. ഇതുണ്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് എന്നതാന്ന് ചോദിച്ചാ ഇപ്പൊ എല്ലാരും പറയും അരിപ്പൊടിയാ, അല്ലെങ്കിൽ മൈദപ്പൊടിയാ, ആട്ടപ്പൊടിയാന്നൊക്കെ പറയും. പക്ഷെ ഇത് അതൊന്നും അല്ല സാധനം. ഇത് കുറച്ച് പഴക്കമുള്ള സാധനമാണ്. ഇപ്പൊ ഉള്ളവർക്ക് കുറെ പേർക്ക് അറിയാൻ പാടില്ല. പനേന്റെ പൊടിയാ ഇത്. എനിക്ക് കിട്ടി ഇത് ഇവിടെ ഈ കോഴിക്കോട് ഏരിയയില് അങ്ങനെ പന അധികം ഇല്ല. ഇത് എനിക്ക് കിട്ടിയത് നമ്മുടെ വില്ലേജ് ലൈഫിലെ മനു ഇല്ലേ, എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലോ മനുവിനെ. മനുവിന് ഭയങ്കരമായ ഭ്രാന്തമായ പരിപാടികളൊക്കെയാ. പനയുടെ മണ്ടയ്ക്ക് കയറി തെങ്ങ് അല്ല കള്ള് ചെത്തുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാ. അവൻ എനിക്ക് അയച്ചു തന്ന അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഇതിന്റെ എല്ലാ പ്രോസസ്സും അവന്റെ വീഡിയോയിലുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കി എടുക്കുന്നതെന്നൊക്കെയുള്ള. അപ്പൊ ഇതും കൊണ്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവൻ എനിക്ക് അയച്ചു തന്നാട്ടോ ഈ പനപ്പൊടി. പനേന്റെ പൊടി കൊണ്ട് നമുക്ക് വേണമെങ്കിലേ കുറുക്കുണ്ടാക്കാം, ഹൽവ ഉണ്ടാക്കാം, പന വിരകിയത് ഉണ്ടാക്കാം, എന്നെ വേണേലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അട പോലെ ചുട്ടെടുക്കാം. നമ്മുടെ അരിപ്പൊടിയും കൊണ്ട് ചെയ്യുന്ന എല്ലാ സാധനവും തന്നെ ഉണ്ടാക്കാം. തേങ്ങ ചേർത്ത് അട പോലെ ഉണ്ടാക്കിയെടുക്കാം, എന്നെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിപ്പോ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇറച്ചി മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. അന്നേരം പിന്നെ പനേന്റെ ഒരു ഇങ്ങനെ കുറുക്ക് പോലെ ഉണ്ടാക്കി വെച്ച് അത് ഇറച്ചിക്കറി കൂടെ ഭയങ്കര ടേസ്റ്റാ. പണ്ട് കാലത്ത് ഇറച്ചിക്കറി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ അവര് തിന്നോണ്ടിരുന്നേന്ന് വെച്ചാ ഇച്ചിരി എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടിയിട്ടാണ് ഇത് തിന്നോണ്ടിരുന്നത്. ഇത് നേരത്തെ തന്നെ ഇടിച്ച് ഭയങ്കര മെനക്കെട്ട പണിയാ. പന നമ്മുടെ കൊടപ്പനയില്ലേ, കൊടപ്പന പൂത്ത് കഴിയുമ്പോ അത് വെട്ടി അറിഞ്ഞ് അത് ഇടിച്ച് നാരാക്കി അത് വെള്ളത്തിലിട്ടേച്ച് അതിന്റെ 100 ഊറി വരികയല്ലേ, ആ വെള്ളത്തിൽ നിന്ന് അത് ഊറ്റി കളഞ്ഞ് അത് പീസാക്കി അത് പൊടിച്ചെടുത്തേച്ചാണ് ഈ പൊടി ഉണ്ടാക്കണേ. ചില്ലറ പണിയല്ല ഇത്. ഭയങ്കര നല്ല സാധനമാണ് കേട്ടോ. ഇപ്പൊ ഒന്നും കിട്ടാനേ ഇല്ല, ഭയങ്കര കുറവുമാണ്. നമുക്കിനി ഇതും കൊണ്ട് പനം കുറുക്ക എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. പണ്ടത്തെ ആൾക്കാരുടെ ഭക്ഷണം. അന്ന് ഈ പറഞ്ഞ മാതിരി അല്ലേന്ന് എന്നെ ഈ തിന്നാനിരിക്കുന്നേന്നേ. അപ്പൊ ഓരോരോന്നും അങ്ങ് ഉണ്ടാക്കി കഴിക്കുക. പക്ഷെ അതിന്റെയൊക്കെ ടേസ്റ്റ് ഇപ്പൊ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുണ്ടല്ലോ, ഒന്നേ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിനകത്ത് ഉണ്ടാക്കണം, അല്ലെ പിന്നെ ഇതുപോലത്തെ നമ്മുടെ ഉരുളിയില്ലേ, ഓട്ടുരുളി, അതിനകത്ത് ഉണ്ടാക്കണം. മറ്റെന്നാന്ന് വെച്ചാൽ ഇത് വേഗം അടിയെ പിടിക്കും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉരുളിയായ കാരണം ഇതൊന്നും അടി പിടിക്കാനൊന്നും പോകുന്നില്ല. ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയാൽ മതി, അന്നേരം അടി പിടിക്കുമല്ലോ. അപ്പൊ എന്നാ ഉണ്ടെന്ന് ചോദിച്ചാല് ഇതൊരു 1.5 കപ്പുണ്ടേ. അപ്പൊ ഇതിലേക്ക് ഇനി ഞാനൊരു 9 ഗ്ലാസ് വെള്ളം ഒഴിക്കട്ടെ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടേ നമുക്ക് ഒന്നിത് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് വേണം, അല്ലെ എല്ലാം കൂടെ കട്ട കെട്ടിയാലേ. എന്നോടുണ്ടല്ലോ കുറേ പേര് ചോദിക്കാറുണ്ട്, ഇച്ചിരിയോടെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇച്ചിരിയോടെ പുതിയ കോസ്റ്റ്യൂം ഒക്കെ മേടിച്ചേച്ചേ ഇച്ചിരി നല്ലോണം ഒക്കെ ഒരുങ്ങിയിട്ടൊക്കെ വന്ന് വീഡിയോ ചെയ്യാൻ മേലെ ആനിയമ്മേന്നൊക്കെ. അത് അവര് സ്നേഹം കൊണ്ട് ചോദിച്ചതാ. ഈ അടുപ്പിന്റെ മൂട്ടിലിരുന്ന് തീ കത്തിക്കലും ഊതലും ചാരം വാരലും കഴിപാത്രം കഴുകലും ഇതെല്ലാം എന്റെ തന്നെ പണിയാ. എന്റെ പുറകിൽ ആരും ഇല്ല ഇതൊന്നും ചെയ്തു തരാൻ. അത് കാരണം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഞാൻ ഇവിടെ രാവിലെ പുട്ടിയിട്ട് വന്നോണ്ടിരുന്ന് വീഡിയോ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും മെനയായല്ല. ഞാൻ മാത്രം മെനയായിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് കാരണം കേട്ടോ ഇങ്ങനെയൊക്കെ വന്നേച്ച് ചെയ്യുന്നേ. അപ്പൊ എന്തേ നമുക്ക് ഇനി ഇത് അടുപ്പേ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് മൂട്ടി പിടിക്കാനായിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കണം. കൈ അടക്കാതെ ഇളക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ പനംകുറുക്ക് ഇപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി വരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ലോണം ഇച്ചിരി ശർക്കരപ്പാനി കലക്കി ഒഴിച്ചേച്ച് ഇതൊന്നുകൂടെ കുറുക്കി വെച്ച് എടുത്തു വെക്കണം. അന്നേരം പിന്നെ ആ പാത്രത്തിൽ നിങ്ങൾ വിട്ട് കിട്ടുമ്പോ ഉണ്ടല്ലോ ആ നല്ല 1 ഗ്ലാസ് ഹലുവയായിട്ടിരിക്കും. പിള്ളേർക്കൊക്കെ കൊടുക്കാനാണേലും ഈ പനപ്പൊടി എന്നൊക്കെ പറയുന്ന നല്ല സാധനല്ലേ. പനപ്പൊടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനുണ്ടല്ലോ നമ്പർ താഴെ കൊടുത്തേക്കാം. ഇത് കിട്ടുന്ന പാലക്കാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. മനുവൊക്കെ അവിടെ പോയിട്ടാ ആ വീഡിയോ ഒക്കെ ചെയ്തതേ. അപ്പൊ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം.
അവരൊക്കെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ പന വെട്ടി പൊടിച്ചുണ്ടാക്കി എടുക്കുന്നവരല്ലേ. കൈയെടുക്കാണ്ട് ഇളക്കണം കേട്ടോ. കൈ എടുത്തത് ഇങ്ങനെ ഇളക്കേ ചൊവ്വയല്ലാതെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് മൈദപ്പൊടി കലക്കിയ പോലെ ഇരിക്കും. ഇനി അത് ചൊവ്വയാവുകയല്ല, കുറുക്കി വരാൻ തുടങ്ങുന്നുണ്ട്. ആ പാല് പോലെ ആയിരുന്നു അങ്ങ് മാറി ഇത് കേട്ടോ കുറുക്കാകാൻ തുടങ്ങി. സെക്കൻഡ് വെച്ചാട്ടോ ഇതിന്റെ കോലം മാറുന്നേ. ഇത് കണ്ടോ, സെക്കൻഡ് വെച്ച് ഇതിന്റെ കോലം മാറി. ഇളക്ക് ശരിയല്ലെങ്കിൽ പിടിക്കും. ഇത് ഞാനിപ്പോ ഉപ്പിടാത്ത എന്നാന്ന് വെച്ചാൽ ബാക്കി വരുന്നതും കൊണ്ട് എനിക്ക് ഹൽവയും കൂടെ ഉണ്ടാക്കാനുള്ളതുകൊണ്ടാണേ. ഇതുണ്ടോ, വെള്ളം മാറി കഴിഞ്ഞപ്പോ നല്ല ട്രാൻസ്പെറന്റ് കളറായി. ഇത് ഇതൊക്കെ എന്താ പറയാ, കഴിക്കാത്തൊരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കാം. അത്രയും നല്ല നല്ല സാധനങ്ങളാ. ഈ സൈഡിലേക്കൊക്കെ ഞാനൊന്ന് വരച്ചെടുത്തേ. ഇത് നമ്മുടെ അല്ലാത്ത പാത്രത്തിലാണെ ഒട്ടി പിടിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഉപയോഗിക്കുന്ന ഉരുളിയാണെ സാരമില്ല, അല്ല പിന്നെ നോൺ സ്റ്റിക്കിൽ തന്നെ പണിയണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അടുപ്പേന്ന് വാങ്ങിയാൽ നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഇട്ട് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, കണ്ട ഇത് ഇറച്ചിക്കറി കൂട്ടി ഒരു പിടി പിടിക്കണമെന്ന് ഉച്ചക്ക്. ഇതാണ് പനംകൂർക്ക്. ഇതിനകത്തോട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കപ്പലണ്ടിയും മറ്റേ നമ്മുടെ മുന്തിരിങ്ങ എല്ലാം കൂടെ നെയ്ക്കകത്ത് വറുത്തിട്ടിട്ട് നമ്മളിത് സെറ്റ് ആകാൻ വെച്ച് തണുത്ത് സെറ്റായി കഴിഞ്ഞാൽ നല്ല 1 ഗ്ലാസ് ഹൽവയാകും കേട്ടോ. ഇതിപ്പം മധുരം ഇല്ലല്ലോ, ഇത് ഞാൻ കറക്കി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. ഇത് കണ്ടോ, ഇതാട്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി. നല്ല റിബൺ പോലെ വീഴുന്ന കണ്ടോ. നമ്മുടെ ഇത് മൂട്ടിലൊന്നും പിടിച്ചിട്ടില്ല. അത് പെട്ടെന്ന് പക്ഷെ മൂട്ടി പിടിക്കുന്ന സാധനമാണേ. അത് നോക്കിയും കണ്ടും ഉണ്ടാക്കിയില്ലെങ്കിലേ മൂട്ടി പിടിക്കുള്ളൂ. ഇല്ലേ, മൂട്ടി പിടിക്കൊന്നുമില്ല. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. ഇത് ഇച്ചിരോടെ കട്ടിയാവും നമ്മൾ ഇച്ചിരോടെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോ. ഞാൻ ഈ പെരമേൻ എടുത്തെടുത്ത് ഇവിടുത്തെ കുടപ്പനകളുടെ എല്ലാ അവസ്ഥ ഇതാ. ഇതിനെക്കാട്ടിൽ വലുതാവുകയല്ല ഒരെണ്ണം പോലും. ഇത് 100 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇത് പൂത്തേച്ച് വേണം ഇതിനകത്തുനിന്ന് ഇതുപോലത്തെ പൊടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കാരണവന്മാരായിട്ട് കുഴിച്ചിട്ടതൊക്കെ ഉണ്ടെങ്കിൽ പൊടിയെടുക്കലൊക്കെ നടക്കുള്ളൂ. ഇതൊക്കെ കുഞ്ഞു പനയല്ലേ. ഞാൻ ഇതിന്റെ ഇലയിൽ വെച്ച് തിന്നാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചിന് ഇരിക്കട്ടെ എന്ന് അതിന്റെ ഇല എടുക്കാൻ വന്ന. അപ്പൊ ദേ ഇത് തണുക്കുമ്പോ പിന്നെ നല്ല കട്ടയായി വരുന്നുണ്ട് കണ്ടോ. കൊതിയുള്ളവരൊക്കെ കൊതി വിട്ടോ. ഇതാ അപ്പൊ ദേ ഞാൻ ഇതിനകത്തോട്ട് ഒരു ലേശം ഉപ്പോടെ ഇടുന്നുണ്ടേ. നല്ല ചൂടാ കേട്ടോ, ഇളക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദേ ഇങ്ങനെ ഇറച്ചിക്കറി കൂട്ടി കുറുക്ക് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കഴിക്കണം. ഷോ കിട്ടുന്നില്ല, ചാടി പോവാന്നേ. ഇതൊക്കെ സത്യം പറഞ്ഞ മനുഷ്യൻ പഞ്ഞക്കാലത്ത് കഴിച്ചോണ്ടിരുന്ന സാധനങ്ങൾ. ഇന്നിപ്പം നമുക്ക് ഇതിന്റെ ഒന്നും ഒത്തിരി ആവശ്യങ്ങളൊന്നും ഇല്ല. അത്രയും മെനക്കെടാനോട്ട് ഒരു മനുഷ്യനും നേരവും ഇല്ല. എന്നാലും പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചിരിക്കുന്ന നല്ലല്ലേ. കാരണവന്മാർ ഇതുപോലെയൊക്കെ പണ്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് തിന്നിട്ടാണല്ലോ നമ്മളൊക്കെ തടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നേ. ഞാനേ ഇപ്പം ഇത് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാ ആലോചിച്ചേ, ഇപ്പൊ ഡെസേർട്ടും അതും ഇതും ഒക്കെ ഉണ്ടാക്കലും ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ കണ്ട ചൈന ഗ്രാസും ജലാറ്റിനും അതും ഇതും ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ പകരം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ചാൽ നല്ല സെറ്റ് ആയിരിക്കും. ചൈനേന്റെ ഗ്രാസ് വേണ്ട, കേരളത്തിന്റെ ഗ്രാസ് മതിയെന്ന്. ഗ്രാസ് അല്ല, ഇച്ചിരി വലിയ ഗ്രാസാ, എന്നാലും പനമ്പട്ടയൊക്കെ പുല്ലാണല്ലോ എന്നൊക്കെ പറയാം. എന്നൊക്കെ ഞാൻ പറയുന്നല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഇത് വെച്ചൊന്ന് പരീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മറ്റേ
ചൈന ഗ്രാസും ജെലാറ്റിനും ഒക്കെ ആവുന്ന പോലെ തന്നെ ഇതാവുന്നുണ്ട്. നല്ല ഒട്ടിപ്പിടിച്ച് നല്ല കട്ടിയുള്ള കൺസിസ്റ്റൻസി ആവുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്നാത്തിനാ അതൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിച്ചാലും പോരെ. അപ്പൊ ആരോഗ്യത്തിന് വലിയ തട്ടുകേടില്ലല്ലോ. അപ്പൊ ഞാൻ പോയി ഇത് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കട്ടെ. ബാക്കി വെച്ചിട്ട് കുറച്ച് ഡിഷൊക്കെ ഉണ്ടാക്കി എനിക്ക് പനംകുറുക്ക് മാക്സിമം ഒരു പൊടി പോലും കളയാതെ ഉപയോഗിക്കണം എന്നുണ്ട്. കാരണം ഇപ്പോഴും കിട്ടാനില്ലാത്ത സാധനം അല്ലേ. ഇപ്പൊ എന്താ അപ്പൊ അടയൊന്നുമില്ല. അടുത്ത വീഡിയോ കാണാം. അതുവരെ അയ്യോ കയ്യലൊക്കെ ബൈ ബൈ.